ഹലോ ഗായ്സ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ അൽബേനിയ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. Okay, eat baby. You have to eat, okay? തിരാനയിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ബൊവില്ല ലേക്കിലോട്ടാണ്. ഇവിടെ നിന്ന് 1 hour ട്രാവൽ ഉണ്ട് നമുക്ക് ബൊവില്ലയിൽ എത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ട്. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല സ്മൂത്ത് റോഡായിരുന്നു. പക്ഷെ മുന്നോട്ട് പോകും തോറും നമ്മുടെ ഈ ഓഫ് റോഡ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ ബൗൺസ് ചെയ്താണ് കാറിലിരുന്നത്. അതുപോലെ റഫ് റോഡായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ മലനിരകൾക്കിടയിലൂടെയും ആ പർവ്വതങ്ങളിങ്ങനെ അടുത്തടുത്ത് വരുന്ന അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഡാഡി ഇച്ചിരി ടയേർഡായിപ്പോയി. ആദ്യമൊക്കെ ഇച്ചിരി മുഷിപ്പ് തോന്നിയിരുന്നെങ്കിലും പുറത്തോട്ടുള്ള ഈ കാഴ്ചകൾ ഇങ്ങനെ ഈ പർവ്വതങ്ങളിങ്ങനെ അടുത്തടുത്തോട്ട് വരുന്തോറും നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്കിതിങ്ങനെ കണ്ടിരിക്കാനായിട്ട്. സാധാരണ ഞാൻ അത്ര കാർ ഫ്രണ്ട്ലി അല്ല, പ്രത്യേകിച്ച് ലോങ് ട്രാവലിന്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നോക്കിക്കേ, നമ്മൾ 2 മലകളുടെ ഇടയിൽ കൂടി പോകുന്നൊരു ഫീലാണ്. പിന്നെ ഫുള്ള് വളവും തിരിവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കണ്ടിരിക്കാനായിട്ട്. നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ തോന്നും, ഈശ്വര അടുത്തതെന്താ. സോ ആ ഒരു ലെവലിലാണ് ഞാൻ ഇരുന്നത്. യാത്രയെക്കുറിച്ച് തലേ ദിവസം ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് കുറച്ച് ദൂരം നമ്മൾ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ട് പിന്നെ ഫുള്ള് ഹൈക്കിംഗ് ആയിരിക്കും, അപ്പോൾ ഡാഡിയുമായിട്ടുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. കാര്യം ഡാഡിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് പാടാണ് എന്ന രീതിക്ക് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എവിടം തൊട്ടാണ് നമ്മളിങ്ങനെ നടക്കേണ്ടി വരിക, ശരിക്കും ട്രക്കിംഗ് ആണോ എന്നൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാഴ്ചകളും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ണെടുക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമൊക്കെ കുഞ്ഞ് ആ ചാലൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ എന്തുമാത്രം ക്ലിയർ ആവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നല്ലല്ലോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റോഡൊക്കെ ഭയങ്കര കുഞ്ഞു പോലെ തോന്നും കേട്ടോ. നമുക്ക് കഷ്ടിച്ച് ഒരു കാറ് പോകുന്ന അത്ര ഇതൊക്കെ ഉള്ളൂ. ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവുന്ന രീതിക്കുള്ള റോഡായിരുന്നു. മറ്റേ റോഡ് അറിയാവുന്നത് കൊണ്ടും സ്ഥലം അറിയാവുന്ന ഒരാളായിരുന്നത് കൊണ്ടും നമുക്ക് ആ ടെൻഷനില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സ്ഥലത്തെത്തിക്കും, തിരിച്ച് വീട്ടിലെത്തിക്കും, റൂമിലെത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇവിടെ നോക്കി ഇങ്ങനെ കുന്ന് കയറി ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീലാണ്. ഫൈനലി നമ്മളിതേ തേടി വന്ന ആശാനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കാറിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ്. ഇപ്പം തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ഒരു ഗ്രീനറീസ് ഫുള്ളും പച്ചപ്പ്, അതിനിടയ്ക്ക് നീല കളറിലുള്ള ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ട്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, നമ്മളെ ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ആക്കാൻ പറ്റിയ അങ്ങനത്തെ വ്യൂ ആണ്. ഇത് കണ്ടിട്ട് മാൻമേഡാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ഇത്രയും കൂറ്റൻ മലകൾക്കിടയിൽ മാൻമേഡായിട്ട് ഒരു കുടിവെള്ളം കിട്ടുന്ന ഒരു സ്രോതസ്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടിട്ട് പോലും എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഇവിടെ നിന്നാണ് തിരാന സിറ്റിയിലോട്ട് കുടിവെള്ളം ഇവർ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാനും കുളിക്കാനും ഒന്നും നമുക്ക് ആർക്കും ഇതില്ല കേട്ടോ. അത് പ്രൊഹിബിറ്റഡ് ആണ്, അതിനൊന്നും സാധ്യമല്ല. ഇവിടെ നിന്ന് ഈ കാണുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഇതുവഴി ഇങ്ങനെ കയറി കുറച്ച് ട്രക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ കാണുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടോ, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ബെസ്റ്റ് വ്യൂ, ആ ഒരു ടോട്ടൽ അത്രയും ഹയസ്റ്റ്, ദാറ്റ്സ് ദ മാക്സിമം ഹയസ്റ്റ് നമുക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റ് അതാണ്. റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഈ കാണുന്ന
ഈ ഒരു റെസ്റ്റോറൻറ്റാണ് ഈ ടോപ്പിലുള്ള ആകെ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് സമയം ചില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും ഡാഡിയും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. മീൻ വൈൽ ഗോഡ്വിൻ ആ വ്യൂ പോയിൻറ്റിൽ കയറി വ്യൂ കാണാൻ പോയിട്ടുണ്ട്. കാര്യം ഡാഡിനെയും കൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക്കിയാണ്, ഒട്ടും സേഫ് അല്ല. സോ ഞാനും ഡാഡിയും ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഗോഡ്വിൻ വ്യൂ കാണാൻ പോയേക്കുവാണ്. Nice. Hiking is a bit adventurous and a very good view over there. It's windy, it's cold. Very good place, but it's risky to go upstairs with Daria. So that we skipped. ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്നെ കാണിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു മുകളിൽ നിന്ന് കാണാനുള്ള ഒരു പ്രത്യേക വ്യൂ. പോകുന്ന വഴികളാണെങ്കിലും ഭയങ്കര റിസ്ക്കിയാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറേ സമയം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുവാണ്. ലേക്ക് പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന കാഴ്ചകൾ, ഈ പോകുന്ന വഴികളൊക്കെയും എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വഴികളും മലകയറ്റവും മല ഇറക്കവും ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ബൊവില്ല ലേക്ക് കാണാതെ പോവുകയാണെങ്കിൽ അതൊരു നഷ്ടം ആണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടയേർഡ് ആണെങ്കിൽ പോലും മനസ്സ് ഭയങ്കര ഹാപ്പിയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസം അതെല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഒരൊറ്റ ലേക്കേ കണ്ടുള്ളൂ, ബട്ട് ദാറ്റ് മെയ്ഡ് അസ് ഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. അതുപോലെ ബ്യൂട്ടിഫുൾ ആൻഡ് കാമിങ് ആയിരുന്നു ഈ ഒരു ബൊവില്ല ട്രിപ്പ്. ഇത് കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോഴുണ്ടല്ലോ നമുക്ക് ഈ റോഡിലുള്ള കുണ്ടും കുഴിയും ഒരു പ്രശ്നമാണെന്ന് തോന്നത്തേയില്ല. കാര്യം മനസ്സ് മുഴുവൻ നമ്മുടെ ആ ബ്ലൂ കളറിലുള്ള ആ ലേക്കും അവിടുത്തെ വ്യൂസും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും മനസ്സിൽ. സോ വി വിൽ ബി ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഈ പോകുന്ന വഴികളൊന്നും അതൊരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് തോന്നും. ഈ ആടി ഒലിഞ്ഞ് പോകാമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങളുടെ യാത്ര. കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലത്തെ റഫ് റോഡായിരുന്നു കേട്ടോ. ഭയങ്കര കുണ്ടും കുഴിയും ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ. അതായത് അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ഇങ്ങനെയൊന്നല്ല, പക്ഷേ ഇടയ്ക്കുള്ള വഴികൾ കുറച്ച് ദൂരം ഇതുപോലെയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ സ്വിങ് ചെയ്ത് ആടി ഉലഞ്ഞ് യാത്ര ചെയ്യേണ്ടി വരും. So right now this city is part of Kosovo. No, we are in Albania We are here. in Albania. No, we are. Okay. ഫൈനലി നമ്മൾ താഴെ എത്തി, തിരിച്ചിറങ്ങി കേട്ടോ. ഓൾ ദ വേ ഡൗൺ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് തിരാനയിൽ. No, that's a car. Dario. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്. ഓ മൈ ഗോഡ്, നമ്മൾ റൂഫ് ടോപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ
ഇറ്റ്സ് അമേസിങ്. പിന്നെ ഈ കാണുന്ന കാസിലുണ്ടോ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. അപ്പം റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ആ കാസിലാണ്. അത് ഇവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാസിൽ കാണാൻ പറ്റും. പിന്നെ താഴെ കാണുന്ന ഈ ഒരു ചെറിയ ഷോപ്പിംഗ് സ്ട്രീറ്റിലും നമ്മളിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഫുഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ സ്ട്രീറ്റിലോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ പോകുന്നത്. Okay. ഇതിപ്പോൾ ഫുൾ ഇതാണല്ലേ. എന്താ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കാസിലോട്ട് പോവുകയാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് സുവനീർ എടുക്കാം എന്നൊരു പ്ലാനിൽ നമ്മളിപ്പോൾ കാസിലോട്ട് പോവുകയാണ്. തിരിച്ച് വരുന്നതും ഇതേ സെയിം റൂട്ട് തന്നെയാണ്. അകത്ത് കയറണോ? അവിടെ ഇവിടെ നിൽക്കാൻ ഒരു ഫോട്ടോ എടുത്തു തരും. ഇവിടെ നിൽക്കാൻ ഒരു ഫോട്ടോ എടുത്തു തരും. These are the ruins of the castle, because this castle was destroyed when the Ottomans entered and they conquered this castle. Okay. They tried more than 25 times to conquer this castle, but it was impossible. Only after Skanderbeg's death they entered here. So these are all the ruins of the castle. Originally are the ruins. This is the mosque for the Ottoman Empire. When they stay here, they build this mosque because the population here was a Christian before the Turkish army come. Then they started to change their religion. Some of them. അൽബേനിയ വന്നിട്ട് കാണിക്കുന്ന കാട്ടാപ്പ്. ബാ കമോൺ. Choose me.
She was a Illyrian queen, and he was the king of South Albania of here. This is his field, his Skanderbeg field. And this is all field of it. അങ്ങനെയല്ല എൻ്റെ പേര് എഴുതേണ്ടത്. ഇങ്ങനെ മതി. ആൻഡ് ഫസ്റ്റ് ടൈം എവർ വി ആർ റൈറ്റിംഗ് ഡയറി ഇൻ മലയാളം. Something in Malayalam. കാസിൽ നിന്ന് പുറത്തോട്ട് കാണുമ്പോഴുള്ള വ്യൂസാണ് ഇത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫുൾ വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സുവനീർ മേടിക്കാനുള്ള ഷോപ്പിലാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. Till then, bye bye.